ഹലോ കിസാൻസിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മൾ ചെന്നൈയിലുള്ള കലങ്കർ സെഞ്ചുറി പാർക്കിൻ്റെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഈ കലങ്കർ സെഞ്ചുറി പാർക്ക് വന്നിട്ട് നമ്മുടെ ചെന്നൈ മറീന ബീച്ചിൻ്റെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ ഈ കലങ്കർ സെഞ്ചുറി പാർക്കിൻ്റെ അവിടെ എത്താൻ. ഇവിടെ എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. മൺഡേ മാത്രമാണ് ഇവിടെ പബ്ലിക് ഹോളിഡേ ആയിട്ടുള്ളത്. ബാക്കി എല്ലാ ദിവസവും ഇവിടെ വർക്കിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടൈമിംഗ് വന്നിട്ട് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടൈമിംഗ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് നമുക്ക് വെളിയിൽ ടിക്കറ്റ് കൗണ്ടർ അങ്ങനെയൊന്നുമില്ല. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഇവിടെ ഒരു QR കോഡിൻ്റെ ഒരു സംഭവം കാണും. നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്ത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്ക് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടിക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് ഒരാൾക്ക് 100 രൂപയാണ്. കുട്ടികൾക്കാണെങ്കിൽ 50 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ചെന്നൈ തന്നെ ഏറ്റവും വൺ ഓഫ് ദി ബിഗസ്റ്റ് പാർക്കാണ് ഈ കലങ്കർ സെഞ്ചുറി പാർക്ക്. ഏതാണ്ട് 6.4 ഏക്കറിലായിട്ടാണ് ഈ പാർക്ക് നമ്മുടെ ചെന്നൈയിലുള്ളത്. ഇപ്പോൾ ചെന്നൈ മറീന ബീച്ചിൻ്റെ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വരാവുന്നേ ഉള്ളൂ. ഏതാണ്ട് 4 കിലോമീറ്ററോളം ദൂരം, ഒരു 20-30 രൂപ പോയിൻ്റേ ഉള്ളൂ ബസ്സിൽ നമുക്ക് ഇവിടെ എത്താനായിട്ട്. നിങ്ങളിപ്പോൾ കാറിലോ ബൈക്കിലാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെങ്കൽ പൂങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് കാറും ബൈക്കൊക്കെ പാർക്ക് ചെയ്യാം. അതിൻ്റെ റേറ്റ് വന്നിട്ട് ബൈക്കിന് 40 രൂപയും കാറിന് 100 രൂപയാണ്. 3 മണിക്കൂറാണ് പാർക്കിംഗ് ലിമിറ്റ് ഉള്ളത്. അത് കഴിയുമ്പം എക്സ്ട്രാ ചാർജ് ആവുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഒരു ഫോഗ് മിസ്റ്റ് അങ്ങനത്തെ ഒരു സംഭവം നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു കിടിലം ഒരു സംഭവമാണ്. അത് ഓരോ ടൈം അനുസരിച്ചാണ് ഇവിടെ ഈ ഫോഗിൻ്റെ ഈ ഒരു സെക്ഷൻ ആക്ടിവേറ്റ് ആവുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്തൂടെ പോകുമ്പോൾ തന്നെ ഒരു കിടിലം ഫീൽ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ കപ്പിളായിട്ട് ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പം നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. നമുക്കിവിടെ കൂടെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് നല്ലൊരു കിടിലം ഫീൽ ആയിരിക്കും. ഇവിടെ പിന്നെ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമുക്കിവിടെ സിപ്പ് ലൈനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് ചാർജ് നമുക്കിതിനകത്ത് കയറിയ ശേഷം ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ വേറെയും കുറേ കാഴ്ചകളുണ്ട്. ഇവിടെ ഗ്ലാസ് ഹൗസ് ടൂർ എന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എൻട്രി ഫീസായിട്ട് ഒരാൾക്ക് 50 രൂപയും കുട്ടികൾക്ക് 40 രൂപയാണ്. അതിൽ നമുക്കിവിടെ സിപ്പ് ലൈൻ ഉണ്ട്. സിപ്പ് ലൈനിൻ്റെ റേറ്റ് വന്നിട്ട് മുതിർന്നവർക്ക് 250 രൂപയും കുട്ടികൾക്ക് 200 രൂപയാണ്. പിന്നെ മ്യൂസിക്കൽ ഫൗണ്ടർ ഉണ്ട്. അതിന് 50 രൂപയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ റേറ്റാണ്. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ഇതേപോലെ കുറേ ഫോട്ടോ സെക്ഷന് പറ്റിയിട്ടുള്ള കുറേ സ്പോട്ടുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഹാർട്ട് ഷേപ്പിൽ കുറച്ചൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ കപ്പിൾസിനൊക്കെ വരുമ്പോഴത്തേക്കും അവർക്കൊരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഇവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ തന്നെ. പിന്നെ ഇതിൻ്റെയൊക്കെ സൈഡിൽ തന്നെ നമുക്കിവിടെ കഫറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സ്നാക്സ് വേണമെങ്കിൽ അത് കഴിക്കാം. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരു ഏജ് ലിമിറ്റ് അനുസരിച്ചുള്ളവർക്കൊക്കെ നമുക്ക് ഈ ട്രീ ഹൗസിലൊക്കെ കയറാം. ഇതാണ് ഈ ഗ്ലാസ് ഹൗസ് സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ. ഇവിടെ നമുക്ക് ഫുള്ള് പ്ലാന്റ്സും അങ്ങനത്തെ സെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ നമുക്കിവിടെ AVR കാണാം. ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രി ടിക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് മുതിർന്നവർക്ക് 150 രൂപയും കുട്ടികൾക്ക് 75 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. നമുക്കിവിടെ കൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് വഴിയൊന്നും തെറ്റാതിരിക്കാനായിട്ട് അവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വഴി നോക്കി തന്നെ നമുക്കിവിടെ കംപ്ലീറ്റ് നടക്കാം. ഒരു ഈവനിങ് ടൈമിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ ഒരു കിടില ഫീലാണ്. ആ സൈഡിൽ മറ്റേ മിസ്റ്റ് ഫോഗിൻ്റെ ആ ഒരു സെക്ഷനാണ്. അത് ഓരോ ടൈം അനുസരിച്ച് അവർ വന്നുകൊണ്ടിരിക്കും. ഇത് ഇവിടുത്തെ ഒരു കഫറ്റീരിയയാണ്. ഇവിടെ എപ്പോഴും നമുക്കിവിടെ സ്നാക്സ് വേണമെങ്കിലും എന്തുവേണമെങ്കിലും കാണിച്ച് കഴിക്കാം. ഇതാണ് കുട്ടികൾക്ക് കയറാൻ പറ്റിയ ആ ഒരു ട്രീ ഹൗസ്. ഇത് ഇഷ്ടംപോലെ സ്ഥലത്ത് ഈ ട്രീ ഹൗസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മ്യൂസിയം പോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇത് ഓരോ അരമണിക്കൂർ ഇടവിട്ട് ഇത് ഓപ്പണിംഗ് ആയിരിക്കും. അതിൻ്റെ അകത്ത് കയറാനും ഒരു അരമണിക്കൂർ ടൈമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കയറി കാണുക, പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇത് ക്ലോസ് ആയിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഒരു ഓപ്പണിംഗ് ടൈമിങ് വരുന്നത്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇഷ്ടംപോലെ പ്ലാന്റ്സ്, പിന്നെ ബേർഡ്സ്, ബട്ടർഫ്ലൈ, അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ മിനിയേച്ചർ രൂപത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ നല്ല രീതിയിലൊക്കെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഓരോ ഫ്രൂട്ട്സിൻ്റെയും ഓരോ ചെടികളുടെയൊക്കെ കാര്യങ്ങളൊക്കെ അവർ ഡെമോ പോലെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ കാണാനും ഇതൊക്കെ കണ്ട് പഠിക്കാനൊക്കെ പറ്റി നല്ലൊരു ഇൻഫോർമേറ്റീവ് പ്ലേസും കൂടെയാണ് നമ്മുടെ ഈ പാർക്കിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഇതൊക്കെയാണ് നമ്മുടെ ചെന്നൈയിലുള്ള കലിംഗർ സെനിച്ചറി പാർക്കിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ചെന്നൈയിൽ വരികയാണെങ്കിൽ ഈ പാർക്കും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം.